സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ വനഭൂമിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത്. റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ മറുപടി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലി. വളർത്തുനായയെ പുലി പിടിക്കുന്ന ദൃശ്യങ്ങൾ സിറ്റി വിഷനിൽ ലഭിച്ചു. കട്ടപ്പന നത്തുകലിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നി വിളയാട്ടം. കർഷകൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജനവാസ മേഖലയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ രാജമുടിയിലെ ഏലക്കാട്ടിനുള്ളിലാണ് 5 വയസ്സുള്ള പെൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രണ്ട് കിലോ കഞ്ചാവുമായി 19-കാരനെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പിടിയിലായത് തെള്ളിത്തോട് സ്വദേശി ജോൺ ഫീഡിനി. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ വനമേഖലയില്ലെന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ച് പറയുന്നത് ശരിവെക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത്. റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നു. റവന്യൂ ഭൂമി ഏറ്റെടുത്തിട്ടില്ലെന്ന് വനം വകുപ്പിന്റെയും മറുപടി. വനം വകുപ്പ് HNL കമ്പനിയിൽ നിന്ന് പാട്ടക്കാശ് വാങ്ങിയതും പാട്ടത്തിന് നൽകിയതും അനധികൃതമായി. നിലവിൽ റിസർവ് വനം എന്ന ബോർഡ് സ്ഥാപിച്ചതും നിയമവിരുദ്ധമായി. രേഖകൾ സിറ്റി വിഷന് ലഭിച്ചു. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയിൽ വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ ഇടുക്കി ജില്ലാ കളക്ടർ റിപ്പോർട്ട് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. 2024 നവംബർ മാസം 23-ാം തീയതി ജില്ലാ കളക്ടർക്ക് വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: 1950 മുതൽ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വനം വകുപ്പ് യൂക്കാലി പ്ലാന്റേഷൻ വെച്ചുപിടിപ്പിച്ചിരുന്നു. പിന്നീട് 73 മുതൽ 83 വരെയുള്ള കാലയളവിൽ വനം റവന്യൂ ഉദ്യോഗസ്ഥർ ജോയിന്റ് മഹസർ തയ്യാറാക്കി വനം വകുപ്പ് ഭൂമി ഏറ്റെടുത്തു എന്നുമാണ്.
അതിലുൾപ്പെട്ട ഭൂമിയാണ് HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നതെന്നും വനം വകുപ്പ് വാദിക്കുന്നു. എന്നാൽ വനം വകുപ്പ് 1993 ഈ ഭൂമി HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയതായി കാണുന്നുണ്ടെങ്കിലും റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി കൈമാറിയതായുള്ള ഒരു രേഖകളുമില്ല എന്നാണ് റവന്യൂ വകുപ്പിന്റെ വിവരാവകാശം വ്യക്തമാക്കുന്നത്. എന്നാൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി വനം വകുപ്പ് പാട്ടത്തിന് നൽകിയിട്ടില്ല എന്ന വനം വകുപ്പ് തന്നെ പറയുമ്പോഴും HNL കമ്പനിയിൽ നിന്നും ഹെക്ടറിന് 1625 രൂപ വീതം വനം വകുപ്പ് പാട്ടത്തുക ഈടാക്കുന്നുണ്ടെന്നും വനം വകുപ്പ് തന്നെ സമ്മതിക്കുന്നു. ഒരു രേഖയുമില്ലാതെ വനം വകുപ്പ് ഭൂമി കയ്യേറിയത് മാത്രമല്ല, സ്വകാര്യ കമ്പനിക്ക് അനധികൃതമായി പാട്ടത്തിന് നൽകി പണം കൈപ്പറ്റിയെന്നും വ്യക്തമാവുകയാണ്. ചിന്നക്കനാലിൽ വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഉത്തരം ഒന്നു മാത്രം. സർക്കാർ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ചിന്നക്കനാലിലെ ആനപ്പാർക്ക് പദ്ധതി വനം വകുപ്പ് ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. സിറ്റി വിഷൻ, രാജാക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ് രാജക്കാട്, റവന്യൂ ഭൂമി വനം വകുപ്പ് കയ്യേറിയെന്ന് കൂടുതൽ വ്യക്തമാവുകയല്ലേ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അശ്വതി, ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനംവകുപ്പ് കയ്യേറിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളും അവകാശവാദങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ റവന്യൂ വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇത് വനഭൂമിയല്ല, റവന്യൂ വകുപ്പിന്റെ ഭൂമി തന്നെയാണ്. ആദിവാസികൾക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന 1490 ഏക്കറിൽപ്പെട്ടിരിക്കുന്ന ഭൂമിയാണ് ഇത് എന്നുള്ളതിന് വ്യക്തമായ രേഖകളാണ് ഇപ്പോൾ സിറ്റി വിഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 1490 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. തുടർന്ന് 566 കുടുംബങ്ങൾക്കായിട്ട് 662 ഏക്കർ വിതരണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 820-ലധികം ഏക്കർ ഭൂമിയാണ് ഇനി അവിടെ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ആയിരക്കണക്കിനായിട്ടുള്ള ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും ഭൂമിയും വീടുമില്ലാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികവർഗ ഏകോപന സമിതിയടക്കം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഒരു കരട് വിജ്ഞാപനം ഇറങ്ങിയതിന്റെ മറവിൽ നിന്നുകൊണ്ട് വനംവകുപ്പ് ഈ ഭൂമി കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത്. അതാണ് ഇപ്പോൾ വിവരാവകാശ രേഖയുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വനംവകുപ്പിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഭൂമി ഏറ്റെടുത്തതിന്റെ എല്ലാവിധ രേഖകളും റവന്യൂ വകുപ്പിന്റെ പക്കലുണ്ട്. ഇതിനുശേഷം ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഈ ഭൂമി സംബന്ധിക്കുന്ന സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം, അത് വനം വകുപ്പിനോട് വിശദീകരണം ചോദിക്കുന്നു. ആ വനം വകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അന്നത്തെ DFO നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: 1972 മുതൽ 83 വരെ നടന്നിട്ടുള്ള കാലയളവിൽ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് റവന്യൂ വനം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട്. ആ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഈ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുകയും പിന്നീട് പാട്ടത്തിന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷമാണ് പിന്നീട് ഈ പട്ടികവർഗ ഏകോപന സമിതി ഇവിടെ വിവരാവകാശം സമർപ്പിക്കുകയാണ്. റവന്യൂ ഭൂമി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ പാട്ടത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് വനംവകുപ്പിനോട് ചോദിക്കുന്നു. വനംവകുപ്പ് പറയുന്നു ആദിവാസികൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി തങ്ങൾ പാട്ടത്തിന് നൽകിയിട്ടില്ല, പക്ഷേ ഈ പാട്ട കാശ് തങ്ങൾ ഈടാക്കിയിരുന്നു. അതാണ്ട് ഒരു ഹെക്ടറിന് 1625 രൂപ വീതം ഈടാക്കിയിരുന്നു എന്നുള്ള വിവരം നൽകുന്നു. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിൽ മറ്റൊരു വിവരാവകാശം സമർപ്പിക്കുന്നു. ആ വിവരാവകാശത്തിന്റെ മറുപടിയിൽ പറയുന്നത് ഈ ഒരു ഭൂമി ഇവർ പാട്ടത്തിന് നൽകിയതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാരണവശാലും രേഖാമൂലം വനം വകുപ്പിന് റവന്യൂ വകുപ്പ് ഈ ഭൂമി കൈമാറിയതായിട്ടുള്ള ഒരു രേഖകളും ഇന്നുവരെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, രണ്ട് വിവരാവകാശങ്ങളും ഒരേ ദിവസം രണ്ട് വകുപ്പിൽ നിന്ന് നൽകിയിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ആ രണ്ട് വിവരാവകാശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനംവകുപ്പിന് അവിടെ ഭൂമിയില്ല എന്നുള്ളതും ഒന്നാമത്തെ കാര്യം, റവന്യൂ ഭൂമി വനംവകുപ്പ് കയ്യേറിയതാണ് എന്നുള്ള കാര്യവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, കരട് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് ഓഫീസറാണ്. ഈ ഭൂമിയുടെ സെറ്റിൽമെന്റ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. ആ സബ് കളക്ടർ പോലും അറിഞ്ഞിട്ടില്ല ഇത്തരം ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഭൂമിയിൽ തന്നെ ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെയെല്ലാം വിളിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഈ
ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ വിജ്ഞാപനം ഇറങ്ങൂ. അങ്ങനെ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയതിനു ശേഷം മാത്രമാണ് ഒരു വനഭൂമി ഉണ്ടാവുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കരട് വിജ്ഞാപനത്തിന്റെ തുടർ നടപടികൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും അതെല്ലാം മറികടന്നുകൊണ്ട് സമാന്തര സർക്കാരായി നിന്നുകൊണ്ടാണ് വനംവകുപ്പ് ഇപ്പോൾ ചിന്നക്കനാലിൽ ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ വിവരാവകാശ രേഖയടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ വനംവകുപ്പിന് ഭൂമിയില്ല എന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരിവെക്കാവുന്നതാണ്. ചിന്നക്കനാലിൽ വനഭൂമിയില്ലെന്ന് വ്യക്തമാക്കുന്ന വനം റവന്യൂ വകുപ്പുകൾ നൽകിയ വിവരാവകാശ രേഖയാണ് സിറ്റി വിഷൻ പുറത്തുവിട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്. മറ്റു വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി. വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന വളർത്തുനായയെ പുലി പിടിച്ചു. നായയെ പുലി പിടിക്കുന്ന ദൃശ്യങ്ങൾ സിറ്റി വിഷന് ലഭിച്ചു. മൂന്നാർ ദേവികുളം മിഡിൽ ഡിവിഷനിലാണ് പുലി ഇറങ്ങിയത്. ദേവികുളം മിഡിൽ ഡിവിഷനിൽ രവിയുടെ വളർത്തുനായിയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടക്കുന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ രവിയുടെ വളർത്തുനായിയെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു. നായ വൈകുന്നേരമായിട്ടും തിരികെ എത്താതെ വന്നതോടെ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ 3:45 പുലി വളർത്തുനായിയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികളിൽ ആശങ്ക രൂപം കൊണ്ടിട്ടുണ്ട്. രാത്രികാലത്ത് തൊഴിലാളികൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുമോ എന്ന ആശങ്കയും ആളുകൾക്കുണ്ട്. ദിവസം കഴിയുന്തോറും തോട്ടം മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതിനോടകം 100-ലധികം പശുക്കൾ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ ചത്ത സ്ഥിതിയും നിലനിൽക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. കാട്ടാനകൾക്കും കാട്ടുപോത്ത്, പുലി, കടുവ എന്നിവയ്ക്കൊപ്പം മലയോരത്തെ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം കട്ടപ്പന നത്തുകല്ലിൽ നെയ്വേലിക്കുന്നിൽ സെബാസ്റ്റ്യൻ കുര്യൻ തലനാരിഴയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പകൽ സമയത്താണ് കാട്ടുപന്നികൾ കൂട്ടമായി കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും 2 കാട്ടുപന്നികൾ ഇദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ചാടി വീണത്. ശബ്ദം കേട്ടതോടെ ഓടിമാറി. തലനാരിഴയ്ക്കാണ് താൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ഇദ്ദേഹം പറയുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്ന തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ഇതാന്ന് നോക്കുമ്പോൾ മോള് നിൽക്കുമ്പോൾ 2 പന്നി ഒരു 70-80 കിലോ വെയിറ്റ് കാണും. എടുത്ത് ഈ മോള് നിൽക്കാം. ഉടനെ ഹോയെന്ന് വെച്ചപ്പോഴത്തേനും എൻ്റെ മുകളിലേക്ക് ചാടുമ്പോൾ ഞാൻ ചാടി അപ്പുറത്തേക്ക് പോയി. അത് ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ CCTV ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റി. രാത്രി സമയങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിലെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും കാട്ടുപന്നികൾ കൂട്ടമായി ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിക്കുകയാണ്. കാട്ടുപന്നികളെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. കിഴങ്ങുവർഗത്തിൽപ്പെട്ട കൃഷികളൊന്നും നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. മലയോരത്ത് ആനപ്പേടിയിൽ വാഴ അടക്കമുള്ള കൃഷികൾ കർഷകർ ഉപേക്ഷിക്കുകയാണ്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയ തന്നാണ്ട് വിളകളുടെയും കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നാണ് കർഷകർ പറയുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് പുറത്തെത്തിയ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ രാജമുടിയിലെ ഏലക്കാട്ടിനുള്ളിൽ ഉദ്ദേശം 5 വയസ്സുള്ള പെൺകടുവയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ പോസ്റ്റ്മോർട്ടം തേക്കടി പെരിയാർ കടുവ സങ്കേതത്തിൽ നടന്നു. വ്യാഴാഴ്ച തോട്ടത്തിൽ പണിക്കെത്തിയ തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. ജീവനുള്ള കടുവയെന്ന് കരുതിയ തൊഴിലാളികൾ ഓടിമാറി. പിന്നീട് ബഹളം വെച്ചിട്ടും കടുവ പോകാതിരുന്നതോടെയാണ് ചത്തതാണെന്ന് മനസ്സിലായത്. തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയുടെ മരണത്തിനിടയാക്കിയ കാരണം വ്യക്തമായിട്ടില്ല. വിഷമുള്ളിൽ ചെന്നതാവാമെന്ന പ്രാഥമിക നിഗമനം. കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി തേക്കടി പെരിയാർ കടുവ സങ്കേതത്തിലെത്തിച്ചു. NTCയുടെ ഗൈഡ് ലൈൻ പ്രകാരം 2 ഡോക്ടർമാരടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കടുവയുടെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. ഇതിനുശേഷം മാത്രമേ വ്യക്തമായ മരണകാരണം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ എന്ന് കോട്ടയം DFO രാജേഷ് പറഞ്ഞു. ഇന്നലെ അതായത് 22-ാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമത്തിന് സമീപം രാജമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിൽ നിന്നാണ് ഒരു പെൺകടുവയുടെ ജഡം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് രാവിലെ കടുവയെ അവിടെ കണ്ടിരുന്നു.
അതിന്റെ ഫോട്ടോയും എടുത്ത് ജീവനക്കാർ കടുവയെ കഴിഞ്ഞയാഴ്ച പ്രദേശത്ത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാതിരുന്നതും മറ്റു ജീവികളുമായി ഏറ്റുമുട്ടിയ അടയാളങ്ങൾ പ്രദേശത്ത് കാണാതിരുന്നതും ദുരൂഹത ഉയർത്തിയിട്ടുണ്ട്. ഇന്ന് തേക്കടി പെരിയാർ കടുവ സങ്കേതത്തിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കടുവയുടെ മൃതദേഹം മറവു ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനി ഇടുക്കിയിലെ കാഴ്ചകളിലേക്ക്. ദ ബ്യൂട്ടി സ്പോട്ട്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ മൂന്നാറിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം നൂറ്റാണ്ടുകളുടെ വലിയ ചരിത്രവും പറയാനുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കഴിഞ്ഞ കാല ചരിത്രം കൂടി പകർന്നു നൽകുകയാണ് മൂന്നാർ ടീ മ്യൂസിയം. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലെ ജീവിതവും പച്ചക്കൊളുന്ത് തേയിലപ്പൊടിയാക്കുന്നതിന്റെ എല്ലാം നേർക്കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ടീ മ്യൂസിയമാണ് മൂന്നാറിലെ ടാറ്റ ടീ മ്യൂസിയം. 2005 സന്ദർശകർക്കായി ഇത് തുറന്നു നൽകപ്പെട്ടത്. മൂന്നാറിൽ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചതു മുതലുള്ള രേഖകളും അപൂർവ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1929 മൂന്നാറിനെയും ടോപ്പ് സ്റ്റേഷനെയും ബന്ധിപ്പിച്ചിരുന്ന തീവണ്ടി സർവീസിലെ റെയിൽ എഞ്ചിൻ ഭാഗങ്ങൾ, പഴയ മരുന്ന് തളിക്കുന്ന ഉപകരണം, 1924 പൊടിക്കൽ യന്ത്രം, ഇവയെല്ലാം ഇവിടെയുണ്ട്. മ്യൂസിയത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗ്രാനൈറ്റിൽ നിർമ്മിച്ച സൂര്യഘടികാരം പ്രത്യേക ശ്രദ്ധയാകർഷിക്കും. 1913 ഇത് നിർമ്മിച്ചത്. വൈദ്യുതി നിർമ്മിക്കാനായി 1929 സ്ഥാപിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസിലെ പെൽറ്റഡ് ടൺ വീൽ, തേയില അരയ്ക്കാനായി 1905 നിർമ്മിച്ച ടീ റോളർ, ബംഗ്ലാവുകളെയും എസ്റ്റേറ്റുകളെയും ബന്ധിപ്പിക്കുവാൻ 1909 സ്ഥാപിച്ച ടെലിഫോൺ സംവിധാനം എന്നിവയെല്ലാം ഈ മ്യൂസിയത്തിലുണ്ട്. 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡോക്യുമെന്ററിയും മൂന്നാറിന്റെ ചരിത്ര വീഥികളെ സഞ്ചാരികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. കാഴ്ചകൾ കണ്ടറിയാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളും ധാരാളം. Munnar, the place is very good, and the museum it talks about the historical background, which is very good to understand, like how the tea started to plantation, everything. തേയിലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മ്യൂസിയത്തിൽ വരുന്ന ഒരാൾക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയും. പഴയ തേയിലത്തോട്ടങ്ങളുടെയും ഫാക്ടറികളുടെയും ഫോട്ടോകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോകൾക്ക് പുറമെ തേയിലയുണ്ടാക്കുന്ന മെഷീനുകളും മ്യൂസിയത്തിൽ കാണാം. തേയിലക്കുളുന്ത് ചായപ്പൊടിയാകുന്ന പ്രക്രിയയും ഇവിടെ കാണാൻ കഴിയും. മൂന്നാറിലെ ടീ എസ്റ്റേറ്റുകളുടെ വളർച്ചയും അതിനു പിന്നിലെ ചരിത്രവും ഈ മ്യൂസിയം സന്ദർശിക്കുന്ന സഞ്ചാരികൾക്ക് കണ്ടു മനസ്സിലാക്കാം. ചരിത്രത്തിന്റെ വിസ്മയക്കാഴ്ച ഒരുക്കിയിരിക്കുന്ന മൂന്നാർ ടീ മ്യൂസിയം എന്ന സഞ്ചാരികളുടെ മറ്റൊരു ഇഷ്ടകേന്ദ്രം. സിറ്റി വിഷൻ, മൂന്നാർ. ഇനിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം.
രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. കഞ്ചാവുമായി 19കാരൻ പിടിയിൽ. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി. പാറത്തോട് മേഖലയിൽ സംഘം നടത്തിയ പരിശോധനയിൽ തെള്ളിത്തോട് സ്വദേശി ജോൺ ഫി ഡിനിലാണ് പിടിയിലായത്. 2 കിലോയ്ക്കടുത്ത കഞ്ചാവും നർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പാറത്തോട് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് 1.965 കിലോഗ്രാം കഞ്ചാവുമായി 19കാരനായ ജോൺ ഫി ഡിനിൽ പിടിയിലായത്. പ്രതി നിലവിൽ താമസിക്കുന്ന പാറത്തോട്ടിലെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പാറത്തോട്, കമ്പിളിക്കണ്ടം, പണിക്കൻകുടി മേഖലകളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി ബാംഗ്ലൂരിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവരികയാണ് പ്രതി ചെയ്തിരുന്നതെന്നാണ് നർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കമ്പിളിക്കണ്ടം പാറത്തോട് കരയിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോ 965 ഗ്രാം കഞ്ചാവുമായിട്ട് തെള്ളിത്തോട് സ്വദേശി ജോൺ ഫി ഡിനിൽ എന്നയാൾ അറസ്റ്റിലാവുന്നത്. ടിയാനിൽ നിന്ന് 1 കിലോ 965 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. യുവാവിനെ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മനു VPയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപൻ കെ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് കവിദാസ്, അബ്ദുൾ ലത്തീഫ്, മുഹമ്മദ് ഷാൻ, മുഹമ്മദ് ഹാഷിം, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി, ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ലഹരിക്കെതിരെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നയിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സന്ദേശ ജാഥയ്ക്ക് കാൽവരി മൗണ്ടിലും ഇടുക്കിയിലും സ്വീകരണം നൽകി. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളിലെ കായിക താരങ്ങൾക്ക് കായിക ഉപകരണങ്ങളും വിതരണം ചെയ്തു. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്കാണ് ഇടുക്കിയിൽ സ്വീകരണം നൽകിയത്. ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ അടുത്ത ഘട്ടമായി കൂടുതൽ കുട്ടികളെ കായിക മേഖലയിലേക്ക് അടുപ്പിക്കുന്നതിനും കൂടുതൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ കായിക ഇനങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ലഹരിക്കെതിരായ, പ്രത്യേകിച്ച് രാസലഹരിക്കെതിരായ ക്യാമ്പയിനിൽ കായിക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിജയം കണ്ടുവെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഈ സന്ദേശയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ഈ സന്ദേശവുമായി എത്തുകയും അവിടെയുള്ള കായിക താരങ്ങളെയും ബഹുജനങ്ങളെയും കാണാനും അവരോട് സംവദിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്താണ് രാസലഹരിയുടെ ഉപയോഗം. രാസലഹരിക്കായിട്ടുള്ള മെയ് 5 ആരംഭിച്ച സന്ദേശയാത്ര ഇതിനകം 200ഓളം പഞ്ചായത്തുകളിൽ ലഹരി വിരുദ്ധ സമ്മേളനങ്ങൾ നടത്തി. കാൽവരി മൗണ്ട് ഹൈസ്കൂൾ സ്റ്റേഡിയം, ഇടുക്കി IDA ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാങ്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചടങ്ങിൽ ചൊല്ലി നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. സമീപത്തെ കൽക്കെട്ട് വീടിന് ഭീഷണിയുയർത്തുന്നുവെന്ന പരാതിയുമായി വിമുക്ത ഭടൻ രംഗത്ത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ വഞ്ചിക്കോല സ്വദേശിയായ കട്ടാംകോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് നിലവിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഇതും അവഗണിച്ച് നിർമ്മാണം തുടരുകയാണെന്നും ജിജി ആരോപിക്കുന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിലെ 10ാം വാർഡിൽപ്പെടുന്ന വഞ്ചിക്കവലയിലാണ് വിമുക്ത ഭടനായ കാട്ടാങ്കോട്ടിൽ
ജിജിയുടെ വീടിന് ഭീഷണി ഉയർത്തുന്ന അശാസ്ത്രീയമായി നിർമ്മിച്ച കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. ജിജിയുടെ പരാതിയെ തുടർന്ന് കാട്ടുകല്ലുകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ട് പുനർനിർമ്മിക്കണമെന്ന വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കാതെ ഉടമസ്ഥന് മറ്റൊരാൾക്ക് വിൽക്കുകയും നിലവിലെ ഉടമസ്ഥൻ അപകടകരമായി നിൽക്കുന്ന കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ്. ഇതോടെ വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം തുടരുകയാണെന്നാണ് ജിജിയുടെ പരാതി. പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ചെയ്യാതെ ആ സ്ഥല ഉടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി. കുറച്ച് നാളായിട്ട് ഇത് പൂട്ടിക്കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഈ ഇടിയാറായിരിക്കുന്ന കെട്ടിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാം. ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു. അതനുസരിച്ച് അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി ജിജി മുഖ്യമന്ത്രിക്കും ജില്ലാ ഭരണകൂടത്തിനും വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്കും വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തും പൊതുമരാമത്ത് വിഭാഗവും നടപടി സ്വീകരിച്ച് തന്റെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് മുൻ വിമുക്ത ഭടന്റെ ആവശ്യം. സിറ്റി വിഷൻ, വാഴത്തോപ്പ്. ഗ്രാമീണ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അങ്കണവാടികളെന്ന് ഉടുമ്പൻചോല MLA MM മണി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കിൻതൊട്ടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ടായി അങ്കണവാടി. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മുരിക്കിൻതൊട്ടിയിലെ 33ാം നമ്പർ അങ്കണവാടിയാണ് സ്മാർട്ടായത്. വർഷങ്ങളായി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അങ്കണവാടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് അങ്കണവാടി കെട്ടിടമാക്കി മാറ്റിയത്. 15 ലക്ഷം രൂപ മുതൽ മുടക്കിൽ ചുറ്റുമതിലും പൂന്തോട്ടവും ചുവർ ചിത്രങ്ങളുമായി മുരിക്കിൻതൊട്ടിയിലെ 33ാം നമ്പർ അങ്കണവാടി ഇനി മുതൽ സ്മാർട്ട് അങ്കണവാടിയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച അങ്കണവാടിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. ഗ്രാമീണ മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അങ്കണവാടികൾ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് അംഗനവാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പ്രാഥമികമായി പരിശീലനം നൽകുന്ന ആദ്യ പാഠശാലയാണ് എന്ന് ഞാൻ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KJ സിജു, P രാജാറാം, ആശ സന്തോഷ്, വർഗീസ് ആറ്റുപുറം, KK തങ്കച്ചൻ, CDPO ആര്യ രമേശ്, ലക്ഷ്മി ഭായ്, സാലിഹ, ICDS, അങ്കണവാടി ജീവനക്കാർ, രാഷ്ട്രീയ പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാലിൽ വനഭൂമി ഇല്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്ത്. റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിട്ടില്ലെന്ന റവന്യൂ വകുപ്പിന്റെ വിവരാവകാശ മറുപടി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലി. വളർത്തുനായയെ പുലി പിടിക്കുന്ന ദൃശ്യങ്ങൾ സിറ്റി വിഷനിൽ ലഭിച്ചു. കട്ടപ്പന നത്തുകലിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നി വിളയാട്ടം. കർഷകൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ജനവാസ മേഖലയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. വണ്ടിപ്പെരിയാർ രാജമുടിയിലെ ഏലക്കാട്ടിനുള്ളിലാണ് 5 വയസ്സുള്ള പെൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രണ്ട് കിലോ കഞ്ചാവുമായി 19-കാരനെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പിടിയിലായത് തെള്ളിത്തോട് സ്വദേശി ജോൺ ഫീഡിനി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, കുർത്തീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന
സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.